മലയാളികൾ പൊതുവേ പുറത്തു നന്നായി ജീവിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കുറേ റീൽസൊക്കെ കാണുമ്പം ഓണം സെലിബ്രേഷൻ ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടായ പല പ്രശ്നങ്ങളും കാണും. അപ്പം ജർമ്മനിയിൽ എങ്ങനെയാണ്? നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം ജർമ്മനിയിൽ കുറച്ചും കൂടെ ഈ ഇങ്ങനെ എല്ലാത്തും ഒരു പീസ് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. കുറച്ചും കൂടെ ഒരു പാട്ടിടുവാണെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് സ്ലോ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതാണ്. അതേപോലെ തന്നെ അങ്ങനെ ഇപ്പോൾ റൂഹേസ് ആയിട്ട് എന്നൊരു സംഭവമാണ് ജർമ്മനിയിൽ. അതായത് എപ്പോൾ വേണമെന്ന് ബഹളം വെച്ചോ, രാത്രി 10 മണിക്ക് ശേഷം ബഹളം വയ്ക്കരുത്. ഒരു പോയിന്റ്. 2 സൺഡേ സൈലൻ്റ് ആയിരിക്കണം. വീട്ടിൽ എൻ്റെ സൺഡേ ഒരു ദിവസം പ്രഷർ കുക്കർ വെച്ചിട്ട് അടിച്ചിട്ട് അപ്പുറത്ത് ആളെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി സൺഡേ ഞാൻ ചെയ്തുവിടാം. അത്രയും പ്രഷർ കുക്കറിൻ്റെ സൗണ്ട് വരെ ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ഇപ്പം മലയാളികളെല്ലാവരും കൂടെ കൂടുമ്പം നമ്മൾ ഇപ്പം കുറച്ച് ബഹളത്തിനേക്കാളും നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യത്തില്ല. നമ്മളൊരു 5 ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമ്മൾ ആ മൂഡിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ടേക്ക് പെർമിഷൻ, അതും പറ്റും. ഗോ ടു ദ പോലീസ് ആൻഡ് ടെൽ വി ആർ ഗോയിങ് ടു ഡു പാർട്ടി. they will tell okay till this time he is approved. പക്ഷെ ഇതൊന്നും അല്ലാതെ വെറുതെ റോഡിൽ പോയി ബഹളം വെച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരികയും ചെയ്യാം. നമുക്ക് ചീത്തപ്പേര് തന്നെയാണ്.